ഹായ് ഫ്രണ്ട്സ്, എ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബോഗൺവില്ല സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബോഗൺവില്ല സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്നത് ബോൺസായി മോഡൽ ആക്കാനും കൂടാതെ നല്ല ഫ്ലവറിങ് കിട്ടാനും. സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കനം കുറഞ്ഞ തണ്ടുകൾ കട്ട് ചെയ്ത് കളയുമ്പോൾ അതിന് താഴെയായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ മുളകൾ വരികയും അതിൽ നിന്ന് നല്ല നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത് ഒരു സിസറാണ്. സിസർ നല്ല വൃത്തിയുള്ള സിസറായിരിക്കണം. അണുവിമുക്തമായിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ചെടി ഇൻഫെക്ഷനായിട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന സോഫ്റ്റ് പ്രൂണിംഗ് ആണ്. കണ്ടാലറിയാം, നമ്മൾ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അതേപോലെ നേരത്തെ പൂ വന്ന ആ തണ്ടുകൾ പൂ കൊഴിഞ്ഞ അവസ്ഥയിൽ നിൽപ്പുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ അടുത്ത ഫ്ലവറിങ് വരും. അതിനുശേഷം നമ്മൾ കുറച്ച് വളങ്ങളും കൊടുക്കണം. ഈ സോഫ്റ്റ് പ്രൂൺ ചെയ്തതിന് ശേഷം നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കണം. കാരണം ഈ നൈട്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെടികൾ നന്നായിട്ട് വളർന്നു വരികയുള്ളൂ. നല്ല നല്ല തണ്ടുകളും നല്ല പൂവുകളും ഒക്കെ വരണമെങ്കിൽ നമുക്കിതിന് സോഫ്റ്റ് പ്രൂൺ മാത്രം ചെയ്താൽ പോരാ, കുറച്ച് വളങ്ങളൂടെയൊക്കെ കൊടുക്കണം. വളം കൊടുത്തതിന് ശേഷം 3-4 ദിവസം നല്ലതുപോലെ വാട്ടർ കൊടുക്കുകയും വേണം. ഇപ്പം ഞാൻ ഒരു നാടൻ വെറൈറ്റിയാണത്. ഈ പ്രൂൺ ചെയ്യുന്നത്, സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്നത് നാടൻ വെറൈറ്റിയാണ്. ഞാനിതൊരു തുടക്കക്കാരനാണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫ്ലവറിങ് തരുന്ന ഒരു ചെടിയാണ് ബോഗൺവില്ല. നോക്കിയാൽ നല്ല രീതിയിൽ അത് കട്ട് ചെയ്ത് വിടുക. അത് ബോഗൺവില്ല ചെടികൾക്ക് കുഴപ്പം വരാത്ത രീതിയിൽ വേണം പ്രൂൺ ചെയ്ത് വിടാൻ. കരിഞ്ഞു പോകുന്ന രീതിയിൽ വെട്ടി വിടരുത്. അത്യാവശ്യം നല്ലതുപോലെ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ ആക്കി എടുക്കുകയും ചെയ്യാം. ഇത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഷേപ്പ് ചെയ്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് ഷേപ്പ് ചെയ്ത് എടുക്കാം. നമുക്ക് വിഷമം തോന്നുമായിരിക്കും പൂവുകളൊക്കെ നിൽക്കുമ്പോൾ കട്ട് ചെയ്ത് കളയാൻ. പക്ഷേ അത് ഏകദേശം പൂവെല്ലാം കൊഴിഞ്ഞിട്ട് കുറച്ച് പൂക്കൾ മാത്രം നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാനിത് പ്രൂൺ ചെയ്യുന്നത്. അങ്ങനെ പ്രൂൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മഴ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്താമെങ്കിൽ മഴ കൊണ്ട് ഉള്ള നാശങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടുകൾ ചിലപ്പം മഴയത്ത് നിൽക്കുമ്പോൾ വെയിറ്റ് കാരണം ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ നമ്മൾ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ വലിയ നഷ്ടങ്ങളുണ്ടാവാതെ നമുക്ക് നമ്മുടെ പ്ലാന്റിന് നോക്കാൻ പറ്റും. നല്ല രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക. പൂക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ആ വിഷമം നമുക്ക് അടുത്ത ഫ്ലവർ വരുമ്പോൾ നമുക്ക് ആ വിഷമം മാറും. ഞാനിങ്ങനെ ഫ്ലവറിങ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കും. സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ബോൺസായി രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ബോൺസായി ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ ഇത് ബോൺസായി ആയിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. വലിയ ഹൈറ്റിൽ വിടാതെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും.
ഇത് പൂക്കൾ വന്നതിന് ശേഷമുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ലതുപോലെ ഫൈനലായിട്ട് നല്ലതുപോലെ വൃത്തിയാക്കി. ഇത് ഞാൻ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് എടുത്ത ഒരു ബോഗൺവില്ലയാണ്. അതും കൂടെ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടുകയാണ്. ഇതിനകത്ത് 2 കളറ്, ഒന്നൊരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ്, മറ്റൊന്ന് ഒരു നാടൻ വെറൈറ്റിയാണ്. കണ്ടാൽ നിങ്ങൾക്കറിയാം, 2 അല്ല 3 വെറൈറ്റി ഉണ്ട് കേട്ടോ. 3 വെറൈറ്റി. ഒന്നൊരു ജുവൽ എന്ന് പേരുള്ള ഐഡിയാണ്. അതും പിന്നെ ഒരു വെരിഗേറ്റഡ്, അതിൻ്റെ ഐഡി എനിക്കറിയില്ല. ഇത് നമ്മുടെ വീട്ടിലെ പല വെറൈറ്റിയിലുള്ള ബോഗൺവില്ലാസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നുള്ള വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഷെയർ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ വണക്കം.